പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമേറിയ നാമം ഈ സമയവും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങളുടെ മുമ്പിൽ ഒരുമിച്ച് ദൈവവചനവുമായി ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർത്താവ് അവസരമൊരുക്കി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര കർത്താവിനെ സ്തുതിച്ചാലും മതിവരാത്ത ദൈവിക സ്നേഹത്താൽ സന്തോഷത്താൽ നമ്മൾ ഓരോരുത്തരും ആയിരുന്ന സ്ഥാനത്ത് കർത്താവ് അവിടെ എവിടങ്ങളിലായി പരിപാലിച്ചു. പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ, ആമേൻ, പ്രതിസന്ധികൾ ജീവിതത്തിൽ നേരിടാവുന്ന സാഹചര്യത്തിൽ, ആമേൻ, നേരിട്ട സാഹചര്യത്തിൽ കർത്താവ് തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകടിയിൽ മറച്ചു. നമ്മളെ ഓരോരുത്തരെയും കർത്താവ് പരിപാലിച്ചു. ലോകത്ത് കേൾക്കുന്ന ഒത്തിരി മാധ്യമങ്ങളിലൂടെ, സോഷ്യൽ മീഡിയകളിലൂടെ കേൾക്കുന്ന ഒത്തിരി വാർത്തകൾ കേൾക്കുമ്പോൾ ജനം ഭയത്തോടെയാണ് ഓരോ നിമിഷവും മുൻപോട്ട് കടന്നു പോകുന്നത്. നമ്മുടെ തലമുറകളെ ഓർത്ത്, നമ്മുടെ കുടുംബത്തെ ഓർത്ത്, നമ്മുടെ മാതാപിതാക്കളെ ഓർത്ത്, ലോകത്തെ ഓർത്ത്, വിവിധ ചിന്തകളിലും ഭാരത്തിലും പ്രയാസങ്ങളിലും കൂടെയൊക്കെ നിരവധി വിഷയത്തിൽ കൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്നു. അവിടെയൊക്കെയും ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും എന്നുള്ള ദൈവവചനത്തെ ആമേൻ ഓർപ്പിച്ചുകൊണ്ട്, ഉറപ്പിച്ചുകൊണ്ട് മുൻപോട്ട് കടന്നു പോകുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. തുടർന്നും ദൈവത്തിൻ്റെ ആമേൻ അളവറ്റ കരുതൽ ഓരോ കുടുംബങ്ങൾക്കകത്തും ഓരോ തലമുറകൾക്കകത്തും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്ന ആമേൻ എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ വ്യക്തികളുടെ മേലും കർത്താവിൻ്റെ സാന്നിധ്യം കൂടെ ഇരുന്ന് എല്ലാവരെയും കർത്താവ് അപ്പൻ്റെ കൃപയുടെ മറവിൽ മൂടി മറയ്ക്കട്ടെ. ദൈവകൃപയിൽ തന്നെയായിരിക്കുക. കഴിഞ്ഞ ഓരോ മെസ്സേജും നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹത്തിനും വിടുതലിനും ആമേൻ ദൈവപ്രവർത്തിക്കും കാരണമായി തീരുന്നു എന്ന് കേൾക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അതെ, ഇന്നും കർത്താവിന് നിങ്ങളോട് സംസാരിക്കുവാനുണ്ട്. ഒരു മനുഷ്യന്റെ ശബ്ദത്തിലല്ല, ഒരു മനുഷ്യന്റെ ഇഷ്ടത്തിന് വേണ്ടിയല്ല ദൈവാത്മാവ് പറയുന്നത്. ആമേൻ, ഹല്ലേലൂയ. ശക്തമായി നിങ്ങളോട് അറിയിക്കുവാൻ, ദൈവിക വിടുതൽ നിങ്ങൾ ഏറ്റെടുത്ത് പ്രാപിക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. കേൾക്കുന്നത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ, കേൾക്കുന്ന ആലോചനകളെ സ്തോത്രം പറഞ്ഞ് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. വലിയ അത്ഭുതങ്ങൾ കാണുവാൻ ആമേൻ ഒരുങ്ങി പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുക. ഇന്നും അല്പവചന ആമേൻ അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം. ലൂക്കോസ് വിശേഷം 7-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. അതെ, ലൂക്കോസ് വിശേഷം 7-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം ഞാൻ വീണ്ടും വായിക്കാം. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. ഇന്നും ഹല്ലേലൂയ ആമേൻ ആരൊക്കെ കരഞ്ഞും ആമേൻ ഭാരപ്പെട്ടും നിരാശപ്പെട്ടും വേദനയോടും കൂടെ ഈ മെസ്സേജ് കേട്ടുകൊണ്ടായിരിക്കുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളോട് വ്യക്തമായി പറയുന്നു. ആമേൻ ആമേൻ കർത്താവ് മനസ്സലിഞ്ഞ് നിങ്ങളോട് പറയുന്നു, കരയേണ്ട. പ്രൈസ് ദി ലോർഡ്. ഇനി നീ കരയേണ്ട. ആമേൻ, ഇതുവരെയും നീ കരഞ്ഞുകൊണ്ടായിരിക്കാം ആയിരിക്കുന്നത്. ഈ മെസ്സേജ് കേൾക്കുമ്പോഴും ഒരു പക്ഷേ കരഞ്ഞുകൊണ്ടായിരിക്കാം ആയിരിക്കുന്നത്. പക്ഷേ കർത്താവ് പറയുന്നു, കഴിഞ്ഞ നിമിഷം, കഴിഞ്ഞ സെക്കൻഡുകൾ, കഴിഞ്ഞ മിനിറ്റുകൾ നീ കരഞ്ഞുകൊണ്ടായിരിക്കുന്നുവെങ്കിൽ നിന്നെ നോക്കി മനസ്സലിഞ്ഞ് കർത്താവ് പറയുന്നു, ആമേൻ, നീ ആ കരച്ചിലുകൾക്ക് സ്റ്റോപ്പ് ഇടുക, നീ ആ കരച്ചിലിനെ മതിയാക്ക്. നിനക്ക് വേണ്ടി കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. മനോഭാരത്താൽ വാലഞ്ഞ് മനോവേദനയാൽ നിറഞ്ഞ് മനമുരുകി ഞാൻ കരഞ്ഞിടുമ്പോൾ എൻ്റെ യേശു എത്ര നല്ലവൻ, മനമുരുകി ഞാൻ കരഞ്ഞിടുമ്പോൾ എൻ്റെ യേശു എത്ര നല്ലവൻ. ഇന്നായോളം എന്നെ നടത്തി, ഇന്നായോളം എന്നെ പുലർത്തി, എൻ്റെ യേശു എത്ര നല്ലവൻ. അവനെന്നുമെന്നും മതിയായവൻ, എൻ്റെ യേശു എത്ര നല്ലവൻ. അവനെന്നുമെന്നും മതിയായവൻ, എൻ്റെ ആവശ്യങ്ങളറിഞ്ഞ് ആകാശത്തിൻ കിളിവാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയായി നൽകിടുന്ന
എൻ്റെ യേശു എത്ര വിശ്വസ്തൻ, എല്ലാം സമൃദ്ധിയായി നൽകിടുന്ന എൻ്റെ യേശു എത്ര വിശ്വസ്തൻ. രോഗശയ്യയില്ലെനിക്കു വൈദ്യൻ, ശോകവേളയിലാശ്വാസകൻ, കൊടും വെയിലാതിൻ തണലുമവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ, കൊടും വെയിലാതിൻ തണലുമവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ, ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. അതെ, പ്രൈസ് ദി ലോർഡ്. കർത്താവ് നിങ്ങളോട് ഇപ്രകാരം പറയുന്നുണ്ട്. ആമേൻ, ഹല്ലേലൂയ. മകളെ, നീ കരയേണ്ട. ആമേൻ. കർത്താവ് മനസ്സലിഞ്ഞ് നിങ്ങളോട് പറയുന്നു, അതേ പ്രിയ സഹോദര, അതേ പ്രിയ സഹോദരി, നിങ്ങൾ കരയേണ്ട. കഴിഞ്ഞ നിമിഷം വരെ നിങ്ങളുടെ ജീവിതം കരച്ചിലിന്റെ, കണ്ണുനീർ വാർന്നൊഴുകുന്നതിന്റെ സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്നത്. ആമേൻ. അത്രത്തോളം നിങ്ങളുടെ പ്രശ്നം കഠിനതയിലായിരിക്കാം നിങ്ങൾ മുൻപോട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ വ്യക്തമായി നിങ്ങളോട് ദൂത് കൈമാറുന്നു. ആമേൻ, നീ കരയേണ്ട. കാരണം കരയേണ്ട എന്ന് പറയുന്നതിനുള്ള കാരണം, ആമേൻ, കർത്താവ് നിന്നെ നോക്കി മനസ്സലിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അതെ, ഇന്ന് പകലിൽ പ്രശ്നത്തെ നോക്കി നീ പറ, അതെ, എൻ്റെ കർത്താവ് എൻ്റെ പ്രശ്നത്തെ നോക്കി മനസ്സലിഞ്ഞിട്ടുണ്ട്, എൻ്റെ കണ്ണുനീരിനെ കണ്ട് മനസ്സലിഞ്ഞിട്ടുണ്ട്. അവൻ മനസ്സലിഞ്ഞിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും നീ ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരിക തന്നെ ചെയ്യും. ആമേൻ. നിന്നെ നോക്കി കർത്താവ് മനസ്സലിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്നെ നോക്കി കർത്താവ് വേദനപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിന്നെ നോക്കി ഉള്ളം കലങ്ങിയിട്ടുണ്ടെങ്കിൽ, ചില ചത്തുപോയത് പുറത്തു വരുവാൻ പോകുന്നു, ചില നിർജീവമായി പോയത് പുറത്തു വരുവാൻ പോകുന്നു. ലോകം പരിഹസിക്കപ്പെട്ടതിനെ കർത്താവ് പുറത്തു കൊണ്ടുവരുവാൻ പോകുന്നു. അതേ, വിശ്വാസത്തോടെ പറ, ലോകം പരിഹസിക്കപ്പെട്ടതിനെ കർത്താവ് പുറത്തു കൊണ്ടുവരുവാൻ പോകുന്നു. പരിശുദ്ധാത്മാവ് എന്നെ ഇങ്ങനെ ഒരു കാഴ്ച കാണിക്കുന്നു. ആമേൻ. കയ്യിലുണ്ടായിരുന്ന എല്ലാ പേപ്പറുകളും വലിച്ചു കീറി, ഇനി എനിക്കൊരു ജോലി കിട്ടത്തില്ല, ഞാൻ പരാജയപ്പെട്ടു പോകുമെന്ന് കരയുന്ന ഒരു യൗവന തലമുറയെ പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്നുണ്ട്. റമന ഷഖാന റഗാലഗ സിയാംതനെ ദിബൽ പ്രൗഢവന. പരിശുദ്ധാത്മാവ് ഇന്നത്തെ വചന ശുശ്രൂഷ നിന്നോടാ സംസാരിക്കുന്നത്. ആമേൻ. ഞാനൊരു ലോക തോൽവിയെന്ന്, ഞാനൊരു ലോക പരാജയമെന്ന് പറഞ്ഞു, എൻ്റെ വിദ്യാഭ്യാസത്തിന് എന്നെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ്, ആമേൻ, എൻ്റെ മുൻപിലുള്ള മറ്റൊന്നിനും എന്നെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ് നീ കരഞ്ഞ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. റമാന ഷെംതേനെ റീകാലക ശംദന. ആമേൻ. നിന്നെ നോക്കി കർത്താവ് പറയുന്നു, നീ കരയേണ്ട. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. വലിച്ചു കീറിയ ചിലതിനെ പരിശുദ്ധാത്മാവ്, ആമേൻ, ഹല്ലേലൂയ, റീ ഓർഡറിൽ കിടക്കുന്ന ചിലതിനെ ഓർഡറിൽ കൊണ്ടുവരികയും നിനക്ക് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖല എന്ന വാക്തത്വം ജൂഡാമന റഖലക ജിയാംതന ദിമാനഘടക ശംദന റിഗൽ പ്രൗഢവന കൂട്ടത്തോടെ പോയതാ. പക്ഷെ എല്ലാവരും ജോലിക്ക് കയറി, നീ മാത്രം ഒറ്റപ്പെട്ട് കരയുന്നുണ്ട്. ആമേൻ. എനിക്കൊരു ജോലിയില്ല. നിന്റെ മാതാവ് കരയുന്നുണ്ട്, എൻ്റെ തലമുറയെ വളരെ പ്രതീക്ഷയോടെ കൊണ്ടുവന്നു, പക്ഷേ ഒരു ജോലി അവന് മാത്രം കിട്ടുന്നില്ല. എൻ്റെ മോൻ പരാജയപ്പെട്ടു പോകുമോ, ലജ്ജിക്കപ്പെട്ടുമോ? കരയുന്ന മാതാവേ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി റമന ശംതന ദിഖാനഘടകസി മരുഭൂമിയിൽ നിർജ്ജന പ്രദേശത്ത് നീരോട്ടത്തെ, ആമേൻ, ആമേൻ, തുറന്നു വിടുവാൻ കർത്താവിന് കഴിയുമെങ്കിൽ, ആമേൻ, നിന്റെ തലമുറയായിരിക്കുന്ന ഈ മരുഭൂമിയിൽ, ആമേൻ, പട്ടുപോകുവാൻ അനുവദിക്കാതെ വേണം. അതേ മാതാവേ, നീ കണ്ണുനീരൊഴുക്കുന്ന ഈ മരുഭൂമിയിൽ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, നിനക്ക് വേണ്ടി ചില നീരുറവകൾ ജുഡവന
റമന അടകതരകടക ശബ്ദപ്രൗഢവന ദീപലഘടക ശംധാരകന അർത്ഥപ്രൗഢവന. ചില അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ നിനക്ക് വേണ്ടി തുറന്നു വരുവാൻ പോവുകയാണ്. വിശ്വാസത്തോടെ ആമേൻ പറ. ചില അടഞ്ഞു കിടക്കുന്ന മണ്ഡലങ്ങൾ, ചില അടഞ്ഞു കിടക്കുന്ന നന്മയുടെ ഉറവിടങ്ങൾ, ചില അടഞ്ഞു കിടക്കുന്ന നന്മയുടെ വഴികൾ ജൂഡാമന റക്കാലകസി അന്തപ്രൗഢമന. കഴിഞ്ഞ ദിവസങ്ങൾ നീ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു, പക്ഷെ നിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു, നീ കലങ്ങി മറിഞ്ഞ് ഭാരത്തോടെ ഇരുന്ന് കരയുന്നുണ്ട്. നിന്നെ നോക്കി പരിശുദ്ധാത്മ പറയുന്നു നീ കരയേണ്ട. നിന്നെ നോക്കി മനസ്സലിഞ്ഞ് കർത്താവ് പറയുന്നുണ്ട് ഇനി ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുവാൻ പോകുവാൻ നിന്നെ അനുവദിക്കത്തില്ല. നിനക്ക് വേണ്ടിയിട്ട് വഴി കർത്താവ് തുറന്നിരിക്കുക. ജൂഡമന റബാന ഷംതേന റീകാലക ശംദന രഗൽകടകസി അർത്ഥപ്രൗഢവന ദീപലഘടക ശംധാരകന. നിന്റെ കണ്ണുനീരിന് മറുപടിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിന്റെ കണ്ണുനീരിന് മറുപടിയുണ്ട്. നമ്മൾ ഇവിടെ വായിച്ചു കേട്ടത് ആമേൻ ലൂക്കോസ് വിശേഷം 7-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിൽ നമ്മൾ കേട്ടു. ആമേൻ അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. സാഹചര്യം എന്താ? നയീനിലെ വിധവയെ നോക്കിയാണ് കർത്താവ് ആമേൻ പറയുന്നത്. ആമേൻ ഹല മനസ്സലിഞ്ഞ് പറയുന്നത് ആമേൻ നീ കരയേണ്ട. ആമേൻ ഹല നയീൻ എന്ന വാക്കിനർത്ഥം സന്തോഷം. ആമേൻ ആമേൻ. അപ്പൻ ഒന്ന് ചിന്തിച്ചു നോക്കണേ. നയീനിലെ വിധവ എന്ന് പറയുമ്പോൾ ആമേൻ ആമേൻ സന്തോഷത്തോടെ ആയിരിക്കേണ്ട വിധവയാ. ആമേൻ വിധവ എന്ന് പറയുമ്പോൾ ഭർത്താവ് നഷ്ടപ്പെട്ടവൾ. ഞാൻ ചിന്തിക്കുന്നു അവിടെ യൗവന കാലത്തിലെ ചിലപ്പോൾ ഇവിടെ ഭർത്താവ് നഷ്ടപ്പെട്ടു പോയിരിക്കും. ആമേൻ ആ തലമുറയെ വളർത്തി ഇത്രത്തോളം കൊണ്ടുവന്ന് അവൾക്ക് ഒത്തിരി പ്രതീക്ഷ ഉണ്ടായിരുന്നിരിക്കും. എൻ്റെ ആമേൻ ഭർത്താവ് ആമേൻ മരിച്ചുപോയി. ആ ഭാരത്തെ ആമേൻ അവൾ മാറ്റി അവളുടെ ജീവിതത്തിനകത്ത് സന്തോഷം ആമേൻ സന്തോഷത്തിന്റെ നിറം ആമേൻ 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 പകർന്നുകൊണ്ടിരുന്ന സമയത്തോടാണ് ആമേൻ തൻ്റെ മകന്റെ ദുഃഖവാർത്ത, ലോകത്ത് നിന്ന് മാറ്റപ്പെടുന്ന മകന്റെ വാർത്ത, മരിച്ചുപോയ തൻ്റെ മകന്റെ വാർത്ത, ആമേൻ ആമേൻ ആ ശവമഞ്ചം കാണേണ്ടി വന്ന അവസ്ഥ, അത്രത്തോളം പ്രയാസത്തിൽ കൂടി ആ നയീനിലെ വിധവ കടന്നുപോയത്. പ്രൈസ് ദി ലോർഡ്. തനിക്ക് ഒത്തിരി സ്വപ്നമുണ്ടായിരുന്നു. എൻ്റെ ഭർത്താവ് മരിച്ചുപോയെങ്കിലും എനിക്ക് കിട്ടിയ ആൺ തലമുറ അവനാ എൻ്റെ പ്രതീക്ഷ. അവനിൽ സകല പ്രതീക്ഷകളും അർപ്പിച്ച് എൻ്റെ മകൻ മുഖാന്തരം ഞാൻ രക്ഷപ്പെടും. എന്നെ അവൻ പോറ്റി പുലർത്തും. എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. ആമേൻ. എൻ്റെ ആമേൻ ഈ എൻ്റെ ഭർത്താവിൽ നിന്ന് ആമേൻ ആമേൻ എനിക്ക് ആ സന്തോഷം പ്രാപിച്ചെടുക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ എൻ്റെ മകൻ എന്നെ കെയർ ചെയ്യും. എൻ്റെ മകൻ്റെ സന്തോഷം ഞാൻ കാണും. അവൻ്റെ വിവാഹം, അവൻ്റെ വിദ്യാഭ്യാസം, ഇതെല്ലാം സ്വപ്നം കണ്ടായിരിക്കും ആ മാതാവ് മുൻപിലോട്ട് കടന്നുപോയത്. തൻ്റെ എല്ലാ പ്രതീക്ഷകളും ആമേൻ തൻ്റെ മകനിലായിരുന്നു. കാരണം ആമേൻ ആ വിധവ എന്ന ലേബലിൽ സന്തോഷകരമായ ഒരു മകന്റെ ലേബൽ അങ്ങ് കൂട്ടിച്ചേർത്ത് അനുഗ്രഹത്തോടുകൂടെ ആമേൻ സന്തോഷത്തോടെ ജീവിച്ചു പോയ നയീനിലെ വിധവ. പക്ഷേ അവളുടെ ജീവിതത്തിനകത്ത് ഇതാ പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ ഒരു വലിയ ദുരന്തം അവളുടെ കൺമുൻപിൽ വരുന്നു. അവളുടെ മകൻ മരിച്ചുപോയി. അതേ പ്രിയ മാതാവേ, ഇന്നും ജീവനോടെ നിന്റെ തലമുറ കൂടെ ഉണ്ടെങ്കിലും നിന്റെ മകനെ ഓർത്ത്, നിന്റെ മകളെ ഓർത്ത് ഒരു മരിച്ച വിലാപ ഭവനം പോലെ നീ കരയുന്ന കണ്ണുനീരുണ്ടല്ലോ, എടുത്ത് പൊക്കിയാലും അവൻ എത്ര റിലീസ് ചെയ്യുവാൻ നോക്കിയിട്ടും റിലീസാകാത്ത ഒരു ഭാര ചുമടുമായി പലപ്പോഴും നിന്റെ തലമുറയുടെ മോശം സാഹചര്യത്തെ നീ നോക്കി പലപ്പോഴും പ്രവചിച്ചത് എൻ്റെ തലമുറ കർത്താവിന് വേണ്ടിയിട്ടുള്ളതാണ്. നീ ചിന്തിക്കുന്നു, ഞാൻ എൻ്റെ തലമുറയെ നോക്കി നല്ലത് കാണുന്തോറും എൻ്റെ തലമുറ ലോകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അവനെക്കുറിച്ചുള്ള വമിച്ച അവസ്ഥ അവനൊരു മരിച്ച ഭവനത്തെ പോലെ. അതേ പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ പറയുന്നു, ചില തലമുറകളെ കുറിച്ച് ഓർത്ത് ദുഃഖഭവനം പോലെ, വിലാപ ഭവനം പോലെ നീ കരയുന്ന കണ്ണീര്. അൽഗന രകൽശവന അടകതരകടകശി. നിന്റെ തലമുറയെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. അതേ നിന്റെ തലമുറയെ കുറിച്ച് ഒരു മൂത്ത തലമുറയെ ഓർത്ത് നീ വല്ലാതെ കരയുന്നുണ്ട്. പ്രതീക്ഷയോടെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നേർന്ന തലമുറ റമന അഠാരകസിയം തനാദികൾ പ്രൗഢവന. ഇന്ന് മരിച്ചവനെ പോലെ നീ ചുമന്ന് നടക്കുന്നു. ദുഃഖഭവനത്തെ പോലെ നിന്റെ തലമുറയോർത്തും നീ കരയുന്ന കണ്ണുനീരുകൾക്ക് ഇന്ന് ഒരു അറുതി വരിക. ശബാന റോഖോലക സിയാംതന ദിവൽക്കടക രഗതനകടകസി. നിന്റെ കണ്ണുനീര് മാറിപ്പോകുന്ന ദിവസമായി ഈ വൈകിയ വേള വിശ്വസിച്ചുകൊണ്ട് ആമേൻ പറ. ആ രാജ്യത്ത് നിന്റെ തലമുറ പട്ടുപോകത്തില്ല. നിന്റെ തലമുറ ആയിരിക്കുന്ന ഭവനത്തിൽ പട്ടുപോകത്തില്ല. നിന്റെ തലമുറയോർത്ത് വല്ലാത്തൊരു ഭയം, ഒരു ഭയം നിന്റെ കുടുംബത്തെ ഭരിക്കുന്നുണ്ട്. ആ ഭയത്തെ ഇന്ന്
ആമേൻ നീ ശാസിക്കുവാൻ തയ്യാറാകുക. ആമേൻ ആ ഭയം മാറി എന്റെ കർത്താവ് ചിലത് നിന്റെ ഭവനത്തിനകത്ത് ചെയ്യുവാൻ പോകുക. ജൂഡമന റഖാല ശംതനെ റീബലക ശംദന രഗൽ പ്രൗഢവന ദീപലഘടക ശൈഡവര രഗൽ കടകസിയ അർത്ഥപ്രൗഢവന ദീപലഘടക ശംതാരകന. നീ ദൈവത്തെ സ്നേഹിക്കുമെങ്കിൽ നിന്റെ പ്രശ്നത്തിനകത്ത് കർത്താവ് കടന്നു വരും. ആമേൻ ഹല്ലേലൂയ. ഈ നയീനിലെ വിധവയും ആമേൻ കർത്താവിന്റെ അടുക്കൽ ചെന്നു എന്നല്ല പറയുന്നത്. ആമേൻ മരിച്ച ശവമഞ്ചവുമായി പുരുഷാരം ആമേൻ കൂടെ ഉണ്ടായിരുന്ന പുരുഷാരം ആമേൻ ഹല്ലേലൂയ ശവമഞ്ചം ചുമന്നുകൊണ്ട് വരുന്ന വഴിയരികിൽ ആമേൻ കർത്താവ് ആമേൻ ഹല്ലേലൂയ ആമേൻ നയീനിലെ വിധവയെ എതിരേറ്റ് ചെല്ലുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ നീ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണോ? ആമേൻ നീ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയാണോ? ആമേൻ ഹല്ലേലൂയ. ആമേൻ ചില ശവമഞ്ചത്തെ കർത്താവ് ആമേൻ നീക്കം ചെയ്യുക. ജൂഡാമന റഖാലകസി ചില മരണഭയങ്ങൾ നീക്കം ചെയ്യുകയാണ്. നിന്റെ കുടുംബത്തിൽ, നിന്റെ ദേശത്തിൽ, നിന്റെ സുഹൃത്തുക്കൾക്കിടയിൽ വെല്ലുവിളിക്കുന്ന ഒരു മരണസംഹാരകൻ അതിനെ കർത്താവ് ഇന്ന് അതിനെ മാറ്റം ചെയ്യുവാൻ പോകുക. ജൂഡാമന റീബാല ശംതന റീഖാലകസിയ അർത്ഥപ്രൗഢവന ദീപലഘടക ശംതാരകന അധാരഘടക ശംതരകതനക ചില മരണക്കിടക്കകൾ റമാന ശംതന റിബാലകസി ഇപ്പോൾ മരിക്കുമെന്ന് പറഞ്ഞ് ആമേൻ കിടക്കുന്ന ചിലതിന്റെ മരണക്കിടക്കകളെ കർത്താവ് റിലീസ് ചെയ്യുന്നു. ജൂഡമനകസിയ അന്തപ്രൗഢവന ധീര ജനാദകൽ കടക രഗതനകടകസി ചില മരണക്കിടക്കകളെ എന്നോട് വീണ്ടും പരിശുദ്ധാത്മാവ് പറയുന്നു. ചില മരണക്കിടക്കകളെ കിടപ്പിൽ കിടക്കുന്ന ചിലതിനെ എൻ്റെ അപ്പൻ കരം പിടിച്ച് എഴുന്നേൽക്കുക. വിശ്വാസത്തോടെ നീ കരം പിടിച്ച് എഴുന്നേൽക്ക്. കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ പോകുക. ജൂഡബന റഖാലകസി നാളുകൾ കൊണ്ട് കരയുന്നില്ലേ, വർഷങ്ങൾ കൊണ്ട് കരയുന്നില്ലേ ഈ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുവാൻ, എനിക്കൊരു റിലീസ് കിട്ടുവാൻ. ആമേൻ പരിശുദ്ധാത്മാവ് പറയുന്നു വിശ്വാസത്തോടെ നിന്നെ നോക്കിയവൻ മനസ്സലിഞ്ഞ് കരയേണ്ട, നീ എഴുന്നേൽക്കുവാൻ പരിശുദ്ധാത്മാവ് പറയുക. ജൂഡബന റിബാല ശംതനെ റീബലക ശംദന രഗൽ പ്രൗഢവന റീഖാലക ശംദന രഗൽ കടകസി. നമ്മളവിടെ വായിച്ചു ആമേൻ ഹല്ലേലൂയ. ആ വിധവയ്ക്ക് ഈ ഒരു മകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ മകന്റെ ഏക ആശ്രയം അവനിൽ നിന്നുള്ള സന്തോഷത്തിന് വേണ്ടി, അവനിൽ നിന്നുള്ള ആശ്രയത്തിന് വേണ്ടി ആമേൻ ആഗ്രഹത്തോടെ ആമേൻ വളർത്തിക്കൊണ്ടുവന്ന തലമുറ ഇതാ മരിച്ചുപോയി. റമാന ശംതനെ റിഖാലകസി ആരൊക്കെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആമേൻ മരിച്ചവളെ പോലെ, ഒരു മരിച്ചവനെ പോലെ നീ ആയിരിക്കുന്നില്ലേ? അതെ, നിനക്ക് വേണ്ടി മറുപടി നൽകുന്ന ദൈവം. ആമേൻ ഈ മരണ വീട്ടിന്റെ അവസ്ഥത്തെ മാറ്റി ആമേൻ നയീൻ എന്ന വാക്കിന്റെ അർത്ഥം പോലെ സന്തോഷമുള്ള ഭവനമാക്കി നിന്റെ കുടുംബത്തെ കർത്താവ് തീർക്കുന്നു. ഹല്ലേലൂയ. നീ ജോലി സ്ഥലത്ത് ചെന്നെത്തിയാൽ മുതൽ പിന്നെ അനുഭവിക്കുന്നത് സന്തോഷമല്ല, ഒരു മരണവെപ്രളമാണ്. നിനക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുവാൻ കഴിയുന്നില്ല, ജോലിയിൽ നിൽക്കുവാൻ കഴിയുന്നില്ല. വല്ലാത്ത ഭയം, കുടുംബത്തെ ഓർത്തുള്ള ഭയം, കൂട്ടുകാരെ ഓർത്തുള്ള ഭയം, ജോലിയെ ഓർത്തുള്ള ഭയം. റമന ശംതനെ റിഖാലകസി ചില ഭാഷകളെ ഓർത്തുള്ള ഭയം. പരിശുദ്ധാത്മാവ് പറയുന്നു നിന്നെ കർത്താവ് അവിടെ കൊണ്ടെത്തിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ നാവിനോട് അധികാരം നൽകുന്ന ദൈവം. ആമേൻ വിക്കനായ മോശയെ കർത്താവ് എടുത്ത് ഉപയോഗിച്ചുവെങ്കിൽ ആമേൻ ഹല്ലേലൂയ കഴിവില്ലാത്ത നിന്നെ യോഗ്യതയുള്ളവളാക്കി, യോഗ്യത ഉള്ളവനാക്കി അനേകർക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ, നിന്റെ തൊഴിൽ മേഖലയിൽ വിശ്വസ്തയോടെ നിൽക്കുവാൻ എൻ്റെ അപ്പൻ നിനക്ക് അധികാരം നൽകും. ഇന്ന് അനേകരുടെ കണ്ണിൽ നീ ഒരു കരട. പരിശുദ്ധാത്മാവ് പറയുന്നു ഈ കരടിനെ അനേകർക്ക് അനുഗ്രഹമാക്കി തീർക്കുവാൻ പോകുക. റമന ശംതനെ റീബാലകസി അന്തപ്രൗഢവന അധാരഘടകസി കരയുന്ന നിന്നെ നോക്കി ജോലി സ്ഥലത്ത് ചെല്ലുന്ന സമയം മുതൽ കരച്ചില്ല, ജോലിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ ഇറങ്ങുന്ന സമയം മുതൽ കരച്ചില്ല. ഇന്നെന്തൊക്കെ സംഭവിക്കുമോ ആവോ, ഇന്നെന്തൊക്കെ നഷ്ടങ്ങൾ ഉണ്ടാകുമോ, ഇന്ന് ആരുടെയൊക്കെ ആമേൻ വഴക്ക് ഞാൻ കേൾക്കണമോ ആവോ, അങ്ങനെ നീ വെപ്രാളപ്പെടുന്നുണ്ടോ? ഇന്നെങ്കിലും സന്തോഷമായി എനിക്ക് ജോലി ചെയ്യുവാൻ കഴിയണമേ, അങ്ങനെ നീ കരയുന്നുണ്ട്. പരിശുദ്ധാത്മാവ് പറയുന്നു നിന്റെ ദുഃഖത്തിന്റെ അവസ്ഥകളെ മാറ്റി, നിന്റെ ഭയപ്പാടിന്റെ അവസ്ഥകളെ മാറ്റി നീ സന്തോഷത്തോടെ ജോലി ചെയ്യുവാൻ പോകുക. ഗവൺമെന്റ് ജോലി എന്ന വാക്തത്വത്തിന് വേണ്ടി നാളുകൾ കൊണ്ട് കരയുന്നില്ലേ? ഒത്തിരി ടെസ്റ്റുകൾ എഴുതിയില്ലേ? ലിസ്റ്റിൽ പേരുണ്ട്, എന്നിട്ടും നിന്നെ വിളിക്കുന്നില്ല. ആ തടസ്സത്തെ എൻ്റെ കർത്താവ് എടുത്തു മാറ്റുക. ആ തടസ്സത്തെ നോക്കി മനസ്സലിഞ്ഞ് കർത്താവ് നിന്റെ പേപ്പറുകളെ അല്ലെങ്കിൽ നിന്റെ മെയിലുകളെ ആമേൻ ലാസ്റ്റ് കിടക്കുന്ന നിന്റെ മെയിലുകളെ ആമേൻ ഫസ്റ്റിലേക്ക് കൊണ്ടുവരുവാൻ പോകുക. ജൂഡമന റഖാല ശംതനെ റിഖാലഘടകസി ദീപലഘടക ശംതന രഗൽ കടകസി ഇതാ മരിച്ചുപോയ ഏക പുത്രനെയും കൊണ്ട് ആമേൻ ഹല്ലേലൂയ ഇതാ ആമേൻ ആമേൻ ഹല്ലേലൂയ പുരുഷാരം മുഴുവനും ആമേൻ ഹല്ലേലൂയ ആമേൻ ഒരു വൻ ജനാവലി ആമേൻ യാത്ര ചെയ്തു വരികയാണ്. എന്തിനു വേണ്ടി? അവനെ പുറത്തു കൊണ്ടുപോയി അടക്കുവാൻ. ആ ദേശത്ത് നിന്ന് അവനെ പുറത്തു കൊണ്ടുപോയി ആ
പട്ടണത്തിൽ നിന്ന് പുറത്തു കൊണ്ടുപോയി അവനെ അടക്കം ചെയ്യുവാൻ ആമേൻ പ്രാണൻ പോകുന്ന വേദനയോടുകൂടെ ആമേൻ ഹല്ലേലൂയ ആ മാതാവ് വളരെ വേദനയോടെ അവൻ എന്നെയും കൂടെ നീ ഒന്ന് എടുത്താൽ മതി എന്ന് പറഞ്ഞു അവൻ ഇനി എനിക്ക് ആരും ഈ ഭൂമിയിൽ ഇല്ല എന്ന് പറഞ്ഞുള്ള കഠിന വേദനയോടെ ഇതാ ആ മാതാവ് ശവമഞ്ചത്തിന്റെ കൂടെ ഇതാ വേദനപ്പെട്ട് കടന്നു വരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. ഒരു രക്ഷയുമില്ല, ഇനി എൻ്റെ മകന്റെ ജീവൻ തിരിച്ചു കിട്ടത്തില്ല, അത്രത്തോളം വേദന. എൻ്റെ മകൻ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടമായി പോയി, കൂട്ടുകെട്ടുകൾക്കിടയിൽ ചിതറിപ്പോയ നിന്റെ തലമുറയെ നീ നോക്കി കരയുന്ന കരച്ചിലുണ്ടല്ലോ. ആമേൻ. മകനെ ഓർത്ത് മാത്രമല്ല, മകളിനെ ഓർത്ത് നീ ഭാരമാ, പെൺകുഞ്ഞുങ്ങളെ ഓർത്ത് നീ ഭാരപ്പെടുന്നു. ലോകത്തിൽ ചിതറിപ്പോയ തലമുറ, ലോകത്തിന്റെ കൂട്ടുകെട്ട് മോഹങ്ങളിൽ ആമേൻ ഹല്ലേലൂയ സ്നേഹബന്ധങ്ങൾക്കകത്ത് ഇറങ്ങിപ്പോയ തലമുറ ഇന്ന് നിന്റെ സ്നേഹത്തിനൊരു വില കൽപ്പിക്കാതവണ്ണം, നിന്റെ വാക്കിനൊരു വില കൽപ്പിക്കുവാൻ കഴിയാതവണ്ണം ലോകത്തിൽ ഇറങ്ങിപ്പോയ നിന്റെ തലമുറ ആമേൻ നിന്നെ സ്നേഹിക്കുന്നില്ല, നിന്നെ കെയർ ചെയ്യുന്നില്ല, അമ്മ എന്നൊരു വാക്ക് വിളിക്കുന്നില്ല, ഡാഡി എന്നൊരു വാക്ക് കേൾക്കുവാൻ കഴിയുന്നില്ല. ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയ തലമുറ, അതിനെയും കൊണ്ട് നീ വല്ലാതെ കരയുന്നുണ്ട്. ആമേൻ. ഇനി വയ്യ, ഈ ഭാരം ഞാൻ എവിടെ ഇറക്കി വെക്കും? നിന്റെ കണ്ണുനീരിന് ചില മാസങ്ങൾ കൊണ്ട് കരയുന്ന കണ്ണുനീര്, അതെ ഇതുവരെയും കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ചില 2-3 മാസമായിട്ട് നിന്റെ തലമുറയോർത്ത് നീ കരയുന്ന കണ്ണുനീര് വല്ലാത്തൊരു മരണവെപ്രാളവാ. നിന്റെ തലമുറയെക്കുറിച്ച് നീ ഓർക്കുമ്പോൾ അത്രത്തോളം നീ വല്ലാതെ ഭാരപ്പെടുന്നു. യെസ്, പരിശുദ്ധാത്മാവ് പറയുന്നു നിന്റെ തലമുറ കർത്താവിന് വേണ്ടിയുള്ളതാ. ആമേൻ. ഇത്രയും കഠിന വേദനയിൽ നിനക്കൊരു തലമുറയെ തന്നിട്ടുണ്ടെങ്കിൽ ആമേൻ അതിനെ വളർത്തുന്നത് കർത്താവ്. അപ്പന്റെ നോട്ടമുള്ള തലമുറ ചത്തുപോയാലും ജീവനോടെ പുറത്തു വരും. പരിശുദ്ധാത്മാവ് പറയുന്നു ചിലത് കൂട്ടുകെട്ടുകളിൽ ആമേൻ തകർന്നു പോയാലും കർത്താവ് ജീവൻ വെപ്പിച്ച് കൊണ്ടുവരും. ആമേൻ ഹല്ലേലൂയ. അതെ, ഞാൻ പറഞ്ഞതിന്റെ സാര മരണത്തിന് പോലും നിന്റെ തലമുറയെ വിട്ടുകൊടുക്കാതെ വണ്ണം അപ്പന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, ആമേൻ നീ ജനിപ്പിച്ച നിന്റെ തലമുറ നിനക്ക് പ്രയോജനപ്പെടുവാൻ, കർത്താവിന് പ്രയോജനപ്പെടുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവന് അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവൾ കർത്താവ് അതിനെ പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ആമേൻ ഹല്ലേലൂയ ആമേൻ ഈ വേദനയോടെ കടന്നു പോകുന്ന വിലാപ ആമേൻ ഹല്ലേലൂയ മഞ്ചത്തിനടുത്ത് ചെന്ന് ആമേൻ ഹല്ലേലൂയ ആമേൻ കർത്താവ് അവളെ കണ്ടിട്ട് പറയുകയാണ് ആമേൻ കരയേണ്ട, ആമേൻ ഹല്ലേലൂയ നീ കരയേണ്ട, ആമേൻ ഹല്ലേലൂയ. അവൻ അടുത്ത് ചെന്ന് മഞ്ചം തൊട്ടു, ചുമക്കുന്നവർ നിന്നു, ബാല്യക്കാര എഴുന്നേൽക്ക എന്ന് നിന്നോട് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. കർത്താവ് ചിലതിനെ ആമേൻ തൊട്ടാൽ പിന്നെ അവിടെ നിന്നോളണം. കർത്താവ് നിന്നോട് എന്ത് പറഞ്ഞാലും അത് അനുസരിക്കുവാൻ തയ്യാറാകണം. വേണമെങ്കിൽ കൂടെ നിന്ന പുരുഷാരത്തിന് ആമേൻ ശവമഞ്ചം ആമേൻ കൊണ്ട് ചുമന്ന് നടന്നു പോകാമായിരുന്നു. പക്ഷേ കർത്താവ് അടുക്കൽ ചെന്നതും ആമേൻ ഹല്ലേലൂയ മഞ്ചം തൊട്ടതും ശവമഞ്ചം തൊട്ടതും ആമേൻ ഹല്ലേലൂയ തൊട്ടവർ നിന്നു. ആമേൻ ഹല്ലേലൂയ. ആ യാത്രയെ അവിടെ എൻഡ് ചെയ്യുവാൻ ഇടയായി. ആ എൻഡിങ് ആമേൻ തുടങ്ങിയതും ആമേൻ ഹല്ലേലൂയ അവർ എപ്പോൾ നിന്നോ അപ്പോൾ തന്നെ ആമേൻ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ ആരംഭിച്ചു. ജൂഡാമന റഖാല ഷെംതനെ റീഖാലഗസി അർത്ഥപ്രൗഢവന ചിലരുടെ ഭവനത്തിനടുത്തേക്ക് കർത്താവ് എത്തിയിട്ടുണ്ട്. റമന ഷെംതനെ റീഗലക ശന്തന രകൽക്കടകസി. നാളുകൾ കൊണ്ട് നീ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. നീ ഉറച്ചു നിൽക്കുക, നീ പ്രാർത്ഥിക്കുക, കർത്താവിന്റെ ശബ്ദത്തിന് ചെവി കൊടുക്കുക. ആമേൻ. പലപ്പോഴും നീ ഇട്ടേച്ചു പോയതാ. ആമേൻ. കർത്താവ് പറയുന്നു അവൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. അതെ, നിന്റെ പ്രശ്നത്തിനുള്ള പരിഹാരത്തിന് വേണ്ടി, നിന്റെ പ്രശ്നത്തിന് പരിഹാരം നൽകുവാൻ കർത്താവ് നിന്റെ വീടിനകത്ത് വന്നിട്ടുണ്ട്. അവൻ വാതിൽ തുറന്നു, നിന്റെ ഹൃദയത്തിന്റെ വാതിൽ തുറന്നു അവൻ കർത്താവിനെ ഒന്ന് സ്വീകരിക്കുവാൻ തയ്യാറായാൽ, ദൈവത്തിന്റെ വചനത്തെ ഒന്ന് റിസീവ് ചെയ്യുവാൻ തയ്യാറായാൽ ചില മരിച്ചത് പുറത്തു വരും. ചൂടാമന റബാല സിയെ റീഖലക ശന്തന ചില തകർന്നുപോയ ബിസിനസ്സുകൾ അനുഗ്രഹത്തോടെ പുറത്തു വരും. അതെ, ചില പൊളിഞ്ഞുപോയ കുടുംബ ജീവിതങ്ങൾ കർത്താവ് ചേർത്ത് പണിയുമെന്ന്, ലോകത്തിൽ നശിച്ചു കൊണ്ടിരിക്കുന്ന നിന്റെ തലമുറ പുറത്തു വരുമെന്ന്. റമന ഷെംതനെ അവൻ കടക്കടിയിൽ കിടക്കുന്ന ആഴത്തിൽ കിടന്ന് നിലവിളിക്കുക, നിന്നെ കർത്താവ് പുറത്തു കൊണ്ടുവരുമെന്ന്. വിശ്വാസത്തോടെ ആമേൻ പറ. കോടിയായിരിക്കാം കടം, അല്ലെങ്കിൽ ലക്ഷ്യങ്ങളായിരിക്കാം കടം, കർത്താവ് പറയുന്നു നിന്നെ ഞാൻ പുറത്തു കൊണ്ടുവരും. ജൂഡാമന റബാലകസി. ദൈവത്തിന്റെ ശബ്ദത്തിന് മുമ്പിൽ ഒന്ന് ചെവി കൊടുക്കുവാൻ തയ്യാറായ കർത്താവ് നിന്റെ അടുക്കൽ വന്നാൽ പിന്നെ നിന്റെ വഴികളൊക്കെ അങ്ങ് സ്റ്റോപ്പ് ചെയ്തോണം. ആമേൻ ഹല്ലേലൂയ. എന്നോട് കർത്താവ് പറയുക
നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ചിലതിനെ നീ അങ്ങ് സ്റ്റോപ്പ് ചെയ്തോണം. കർത്താവ് നിന്റെ വീട്ടിനകത്ത് വന്നാൽ, കർത്താവ് നിന്റെ ഹൃദയത്ത് ആമേൻ സ്ഥാനം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ദൈവഹിതമില്ലാത്തതിനെയൊക്കെ അങ്ങ് സ്റ്റോപ്പ് ചെയ്തോണം. അപ്പൻ എന്ത് പറയുന്നോ അതിനനുസരിച്ച് നീ മുൻപോട്ട് പോകണം. ലോകത്തിന്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ അപ്പന്റെ ശബ്ദത്തിന് ചെവി കൊടുക്കുമെങ്കിൽ ചില ശവമഞ്ചത്തെ കർത്താവ് തൊടും. ആമേൻ. നീ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില ശവത്തിന്റെ അവസ്ഥകൾ, ചില ശവക്കല്ലറകൾ, ആമേൻ ഹല്ലേലൂയ, ഡെഡ് ബോഡി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം നിർജീവമായ ശരീരം, അനക്കമൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ ഒരു പ്രയോജനമില്ല. കണ്ണുനീര് വരത്തില്ല, ചിരിക്കുവാൻ കഴിയത്തില്ല, ചലിക്കത്തില്ല, അവൻ സംസാരിക്കുവാൻ കഴിയത്തില്ല, കേൾക്കുവാൻ കഴിയത്തില്ല. റമന ശംതനെ, അതെ, നീ ഇന്ന് ഫേസ് ചെയ്യുന്ന പ്രശ്നം അതാ. അവനൊരു ഡെഡ് ബോഡി പോലെ നിന്റെ പ്രശ്നം അത്രയ്ക്ക് വലുതാ. അവനൊരു മരിച്ചവനെ പോലെ അല്ലെങ്കിൽ ഒരു മരിച്ചവളെ പോലെ ആയിരിക്കുന്ന ഒരു ഭയപ്പാടിന്റെ നടുവിൽ. ആമേൻ. അത് ആത്മീക തലത്തിലായാലും ഭൗതിക തലത്തിലായാലും നീ ഒരു മരിച്ചവളെ പോലെ, നിന്റെ ആത്മീക ജീവിതത്തിൽ ഒരു മരിച്ചവളെ പോലെ, അവൻ നിന്റെ ഭൗതിക ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ ഒരു മരിച്ചവളെ പോലെ ആയിരിക്കുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു തീർക്കുക. ആമേൻ ഹല്ലേലൂയ. പലരും അവൻ ഇങ്ങനെ ഹൃദയത്തിൽ പറയുന്നുണ്ട്, അതേ സഹോദരി, ഞാനൊരു മരിച്ചവളെ പോലെ ജീവിക്കുന്നു. അവൻ ഒരു നാണം കെട്ട ജീവിതം, അവൻ ആർക്കും പ്രയോജനമില്ലാത്ത ജീവിതം, എൻ്റെ ശരീരം മരിച്ചതുപോലെ ആയിരിക്കുന്നു. എൻ്റെ ഭർത്താവിന് എന്നെ വേണ്ട, എൻ്റെ ഭാര്യയ്ക്ക് എന്നെ വേണ്ട, എൻ്റെ മക്കൾക്ക് എന്നെ വേണ്ട. ഞാൻ അത്രത്തോളം ഒരു മരണത്തിന്റെ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നു. പരിശുദ്ധാത്മാവ് നിന്നെ നോക്കി പറയുന്നു, നിന്റെ ആ ശവമഞ്ചത്തെ കർത്താവ് ഇന്ന് തൊടുകയാ. നീ ഇന്ന് ആ ഇരിക്കുന്ന ആ ഒരു ഡിപ്രഷന്റെ വക്കിൽ നിന്ന് നീ എഴുന്നേറ്റ് സംസാരിക്കുവാൻ പോകുന്നു. നിന്നെ ഏൽപ്പിക്കേണ്ട കരത്തിലേക്ക് നിനക്ക് അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം തന്നു. നിന്റെ ഭർത്താവിന്റെ കരങ്ങളിലേക്ക് നിന്നെ ഭദ്രമായി ഏൽപ്പിക്കാൻ പോകുകയാ. നിന്റെ ഭാര്യയുടെ കയ്യിലേക്ക് നിന്നെ ഭദ്രമായി ഏൽപ്പിക്കുവാൻ പോകുന്നു. അതേ സഹോദര സഹോദരി, ലോകത്തിലേക്ക് വഴുതി വീണ നിന്റെ തലമുറകളെ പരിശുദ്ധാത്മാവ് ഭദ്രമായി നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാൻ പോകുക. ഇതുവരെയും നിനക്ക് വളർത്തുവാൻ കഴിഞ്ഞില്ല. നീ സന്തോഷത്തോടെ വളർത്തി, പക്ഷേ ലോകത്തിന്റെ മോഹങ്ങളിൽ നിന്റെ തലമുറ വീണുപോയി. പരിശുദ്ധാത്മാവ് പറയുന്നു, ഇതുവരെയും ലോകത്തിന്റെ കയ്യിലായിരുന്നുവെങ്കിൽ ഈ ദിവസങ്ങൾ നിന്റെ തലമുറയെ കർത്താവ് നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുവാൻ പോവുകയാ. ജൂഡമന റമന ശംതനെ റിഖാലഗസി അന്തപ്രൗഢമന അർത്ഥൽക്കടക ശംതനാരകൽക്കടക രഗതനകടകസി. നൈനിലെ വിധവയെ നോക്കി, അമ്മൻ ഹല്ലേലൂയ, മരിച്ച മകനെയും കൊണ്ട് കടന്നുപോയ വിലാപ യാത്രയും നോക്കി കർത്താവ് ശവമഞ്ചത്തെ തൊട്ടുവെങ്കിൽ, അമ്മൻ ഹല്ലേലൂയ, ബാല്യക്കാര എഴുന്നേൽക്ക എന്ന് പറഞ്ഞപ്പോൾ അവൻ ചാടി എഴുന്നേറ്റുവെങ്കിൽ, ജുഡമന റബാല ശംതനെ റിഖാലകടകസി, നിന്റെ കടബാധ്യത നോക്കി കർത്താവ് പറയുന്നു, ഈ കടബാധ്യതയിൽ നിന്ന് നീ പുറത്തു വരുവാൻ പോകുന്നു. തകർന്നുപോയ നിന്റെ കുടുംബ ജീവിതത്തെ നോക്കി കർത്താവ് വിളിച്ചു പറയുന്നു, നിന്റെ കുടുംബ ജീവിതത്തെ അവൻ ഹല്ലേലൂയ യോജിപ്പിക്കുവാൻ പോകുന്നു. ലോകത്തിൽ വഴുതി പോകുന്ന നിന്റെ തലമുറയെ നോക്കി കർത്താവ് പറയുന്നു, നിന്റെ തലമുറ ലോകത്തിൽ തകർന്നു പോകത്തില്ല. നല്ല വിദ്യാഭ്യാസം, നല്ല ഭാവി, നല്ല ജോലി പരിശുദ്ധാത്മാവ് നിന്റെ തലമുറയ്ക്ക് നൽകുവാൻ പോകുന്നു. അവൻ ഒരു ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി നീ കാത്തിരിക്കുന്നു. വിദേശ യാത്ര എന്ന തൊഴിൽ മേഖലയ്ക്ക് വേണ്ടി നീ കാത്തിരിക്കുന്നു. കർത്താവ് പറയുന്നു, കരയേണ്ട, കരയേണ്ട, നിനക്ക് വേണ്ടി ഞാൻ വഴി തുറക്കുവാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ കടബാധ്യതയ്ക്ക് വേണ്ടി ഞാനിതാ വഴിയെ തുറക്കുവാൻ പോകുന്നു. നിന്റെ രോഗങ്ങളുടെ മധ്യേ ഞാൻ നിന്നെ വിടുവിക്കുവാൻ പോകുന്നു. രോഗാതുരമായ നാഡീ നരമ്പുകൾ, വർഷങ്ങൾ കൊണ്ട് നീ അനുഭവിക്കുന്ന രോഗമഹ, മാസങ്ങൾ കൊണ്ട് നീ കൊണ്ടു നടക്കുന്ന രോഗമഹ, പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ രോഗ കിടക്കകളെ ജൂഡമന അടാരക സിയംദന ദിബൽ പ്രൗഢമന ദീപലഘടക ശംധാരകന. ലോകം പറയുന്നു, ഈ രോഗത്തിൽ നിന്ന് പുറത്തു വരത്തില്ല. ഈ ക്യാൻസർ രോഗം കൊണ്ട് നീ തകർന്നു പോയി. പരിശുദ്ധാത്മാവ് പറയുന്നു, ഏത് ക്യാൻസറിനെയും സൗഖ്യമാക്കുന്ന ദൈവം മരിച്ച ഹല്ലേലൂയ, മരണത്തിൽ പോയതിനെ കർത്താവിന് പുറത്തു കൊണ്ടുവരുവാൻ കഴിയുമെങ്കിൽ നിന്നെ നോക്കി മരിച്ചു എന്ന് പറയുന്നവരുടെ മുമ്പിൽ നീ പറ, ഹല്ലേലൂയ, വർഷങ്ങൾക്ക് മുമ്പ് അത്ഭുതം പ്രവർത്തിച്ച ദൈവം ഇന്നും എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. ഞാൻ കാണുന്ന ഓരോ ദിവസത്തെയും അത്ഭുത സാക്ഷ്യം എൻ്റെ ജീവിതത്തിലും കർത്താവ് ചെയ്യും. അതെ, ഞാൻ അത്ഭുതവാനായി തീരുവാൻ പോകുന്നു. ഞാൻ അനേകർക്ക് അത്ഭുതമാകുവാൻ പോകുന്നു. എൻ്റെ ശരീരത്തെ കർത്താവ് തൊടും. സ്വന്തമായി ഭവനമില്ലാതെ നീ കരയുന്നില്ലേ? നിന്റെ കണ്ണുനീര് അടക്കുവാൻ കർത്താവ് പറയുന്നു, സ്വന്തമായ ഭവനം. അതെ, വസ്തുക്കൾ, ഭവനങ്ങൾ വിൽക്കുവാൻ വേണ്ടി നീ ദിവസങ്ങൾ കൊണ്ട് കാത്തിരിക്കുന്നില്ലേ? വരുന്ന കച്ചവടക്കാരെ ഭിന്നിപ്പിക്കുന്ന മണ്ഡലം അഴിഞ്ഞു മാറി അനുഗ്രഹിക്കപ്പെട്ട കച്ചവടം നടക്കുക. ജുഡമന അധരഗജനഘടക ശബ്ദ പ്രൗഢമന അൽക്കൽ പ്രൗഢമന ധീര ജനാദകൽ പ്രൗഢമന. നിന്നെ ദേശത്തു നിന്ന് ഓടിക്കുവാൻ നോക്കുന്നവരെ കർത്താവ് ഓടിക്കും. നിന്നെ ദൈവം ആ ദേശത്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ, നിന്റെ തലമുറയെ അവിടെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ, നിനക്ക് ആ കമ്പനിയിൽ ജോലി തന്നിട്ടുണ്ടെങ്കിൽ, നിനക്ക് ആ ഹോസ്പിറ്റലിൽ ജോലി തന്നിട്ടുണ്ടെങ്കിൽ, കർത്താവ് പറയുന്നു, നീ അവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും. റമന ശംതനെ റീബാലഗസി അന്തൽ പ്രൗഢമന അധാരഘടക ശംതന. ചില ഒറ്റപ്പെടലുകളിലായിരിക്കുന്നവ, ഞാനൊരു വിധവയാണ്, ഞാൻ ഒറ്റപ്പെട്ടായിരിക്കുന്നു എന്ന് പറഞ്ഞ് ഭർത്താവ് കൂടെ ഉണ്ടെങ്കിലും ഒരു വിധവയെ പോലെ കരയുന്ന നിന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു,
പറയുന്നു, കരയണ്ട ആമേൻ, കരയണ്ട. നിന്റെ ഭർത്താവ് നിന്നോടൊപ്പം മടങ്ങി വരും, നിന്റെ മക്കൾ നിന്നോടൊപ്പം മടങ്ങി വരും. എല്ലാവരുടെ കൂടെ ജീവിക്കുമ്പോഴും ആമേൻ ഞാനൊരു വിധവയാണെന്ന് പറഞ്ഞ് സ്വയം ഉരുകിത്തീരുന്ന ആരോ ആമേൻ എന്നോട് പരിശുദ്ധം വ്യക്തമായി കാണിക്കുന്ന ഒരു മെഴുകുതിരി ഉരുകിത്തീരുന്നത് പോലെ റബന അശ്യം തന്നെ റിഖാലകജിയ അന്തട്ടൗടവൻ. അതേ പ്രിയ സഹോദരി, നിന്നെ കർത്താവ് തൊടുക, നിന്നെ കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുക. ആമേൻ നീ അന്യഭാഷ പ്രാപിച്ചതാണോ? വായു തുറന്ന് അന്യഭാഷകൾ സംസാരിക്കുക. നിന്റെ ഈ ഒറ്റപ്പെടലുകൾക്ക് പരിശുദ്ധാത്മാവ് വിരാമം നൽകുന്നു. ആമേൻ നയീനിലെ വിധവയെ നോക്കി ആമേൻ കർത്താവ് സന്തോഷം പകർന്നു കൊടുത്തുവെങ്കിൽ ആമേൻ മരിച്ച ആമേൻ വിധവയുടെ തലമുറയെ ഏകജാതനെ കർത്താവ് പുറത്തു കൊണ്ടുവന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്റെ ഇന്നുള്ള മരണത്തിന്റെ അവസ്ഥയെ മാറ്റി, ഇന്നുള്ള നിന്റെ ദുഃഖത്തിന്റെ അവസ്ഥയെ മാറ്റി കർത്താവ് പുറത്തു കൊണ്ടുവരുവാൻ പോകുക. കണ്ണുകളടച്ചാട്ടെ, പ്രാർത്ഥിച്ചാട്ടെ. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായ സ്വർഗീയ നല്ല പിതാവേ, അടിയന്റെ മുമ്പിലായിരിക്കുന്ന ജനത്തെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അപ്പാ, വളരെ പ്രയാസത്തിലും വളരെ വേദനയിലും ദുഃഖത്തിന്റെ അവസ്ഥയിൽ എല്ലാവരും കൂടെ ഉണ്ടെങ്കിലും അവൻ ആരുമില്ലാത്തവളെ പോലെ, ആരുമില്ലാത്തവനെ പോലെ ഒറ്റയ്ക്ക് വേദനപ്പെട്ട് നുറുങ്ങി ഹൃദയ നുറുക്കത്തോടെ ഭാരത്തോടെ ആയിരിക്കുന്നു. ഒരാശ്വാസം കണ്ടെത്തുവാൻ കഴിയാതെ വേണം. സമാധാനമില്ലാത്ത ഈ കുടുംബത്തിന്റെ മേൽ സമാധാനം, സന്തോഷം കർത്താവ് നൽകണം. മദ്യപാനികളെ മാനസാന്തരപ്പെടുത്തണം, രോഗികളെ സൗഖ്യമാക്കണം, കുടുംബ ജീവിതങ്ങൾ ഒന്നായി തീരണം, തലമുറകൾ മാനസാന്തരപ്പെടണം. റമാന ഷേംധേലെ കടബാധ്യതയിലായിരിക്കുന്നവരുടെ കടബാധ്യതകൾ മാറണം. സ്വന്തം ഭവനം എന്ന വാക്തത്വം പ്രാപിക്കണം. ജോലി ഇല്ലാത്തവർക്ക് ജോലി നൽകണം. അടിയന് മുമ്പിലായിരിക്കുന്ന ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. നിങ്ങളൊരു പ്രാർത്ഥനാ വിഷയമായി ഭാരപ്പെട്ടായിരിക്കുന്നു, സ്ക്രീനിൽ തമ്മിലേക്ക് നിങ്ങൾ വിളിക്കുക. വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പേര്, സ്ഥലം, പ്രാർത്ഥനാ വിഷയം വാട്സ്ആപ്പിൽ മെസ്സേജ് ആയിട്ടിടുക. കൂടാതെ എല്ലാ വെള്ളിയാഴ്ചകളും നമുക്ക് ലൈവ് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. രാവിലെ 11 മണി മുതൽ 1 മണി വരെ ലൈവിൽ കമന്റ് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും. കൂടാതെ എല്ലാ ഞായറാഴ്ചകളും അനുഗ്രഹിക്കപ്പെട്ട സഭാരാധനയുണ്ട്. രാവിലെ 10 മണി മുതൽ 12 മണി വരെ അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പും മെസ്സേജും നിങ്ങൾ കേൾക്കുവാനായി തീരും. ഈ മെസ്സേജ് അനുഗ്രഹമാണെങ്കിൽ അനേകരിലേക്ക് ഷെയർ ചെയ്യുക. അമേൻ. ഗോഡ് ബ്ലെസ് യു. പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 11 മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക. പാസ്റ്റർ രതീഷ് JS, മൊബൈൽ നമ്പർ 8921632290. സിസ്റ്റർ വിജി രതീഷ്, മൊബൈൽ നമ്പർ 7561838946. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രേഷർ ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക.